US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഫോണിൽ സംസാരിച്ചിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയെ അറിയിച്ചു. ഏപ്രിൽ 22 മുതൽ ജൂൺ 16 വരെ ഇരു നേതാക്കന്മാരും ഫോണിൽ സംസാരിച്ചിട്ടില്ല. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ എന്ത് ചർച്ച നടന്നാലും അത് ഇരു രാജ്യങ്ങളും തമ്മിലേ ഉണ്ടാകുകയെന്നും DGM തലത്തിൽ പാകിസ്ഥാൻ ഔദ്യോഗികമായി വെടിനിർത്തൽ ആവശ്യപ്പെടണമെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂർ വെടിനിർത്തലിൽ ട്രംപ് അവകാശവാദം തുടരുമ്പോഴാണ് വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തിയത്. മെയ് 9 US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി. എന്തെങ്കിലും സംഭവിച്ചാൽ ശക്തമായ മറുപടി നൽകിയിരിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമായി തന്നെ അറിയിച്ചു. അങ്ങനെ തന്നെ സംഭവിച്ചു. പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നമ്മൾ ബലഹീനമാക്കി, അവരുടെ വ്യോമതാവളങ്ങളെ പ്രവർത്തിക്കാൻ പറ്റാതാക്കി, പോരാട്ടം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന് അറിയിച്ച് ഫോൺ കോൾ വന്നു. ഇതേക്കുറിച്ച് സംസാരിച്ച എല്ലാവരോടും DGM തലത്തിൽ പാകിസ്ഥാൻ ആവശ്യപ്പെടട്ടെ എന്നാണ് അറിയിച്ചത്. ഇന്ത്യയുടെ നടപടികൾ നിർത്തിവെക്കണമെന്ന് ലോകത്തെ ഒരു നേതാവും ആവശ്യപ്പെട്ടിട്ടില്ല. വ്യാപാരവുമായി യാതൊരു തരത്തിലും ഇതിന് ബന്ധമില്ലെന്നും നമ്മുടെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ട്രംപുമായി ഒരു ഫോൺ കോൾ നടത്തിയിട്ടില്ലെന്നും ജയശങ്കർ പറഞ്ഞു. ചരിത്രത്തെക്കുറിച്ച് കോൺഗ്രസിന് അസ്വസ്ഥതയുണ്ടെന്നും പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടിയെക്കുറിച്ച് സംസാരിക്കവെ ജയശങ്കർ പറഞ്ഞു. ഇത്രയും പ്രധാനപ്പെട്ട കരാറിനെ കോൺഗ്രസ് കൈകാര്യം ചെയ്തതിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ പ്രധാനപ്പെട്ട നദികൾ മറ്റൊരു രാജ്യത്തേക്ക് ഒഴുകുമ്പോൾ അതിലൊരു അവകാശവും വേണ്ടെന്ന് വെക്കുന്ന കരാറിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാനാകില്ല. അതിന്റെ ചരിത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ അതിൽ അസ്വസ്ഥരാകുന്നു. ചരിത്രം മറക്കാനാണ് അവർക്ക് താല്പര്യം. 1960 നവംബർ 30 ജവഹർലാൽ നെഹ്റു പാർലമെന്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: പണമാണോ ജലമാണോ കൊടുക്കേണ്ടതെന്ന് ഈ സഭ പറയണം. ആളുകൾ അതിനെ എതിർത്തു. അപ്പോൾ നെഹ്റു പറഞ്ഞു, പാകിസ്ഥാനിലെ പഞ്ചാബിന്റെ താല്പര്യപ്രകാരം ഈ കരാർ നടപ്പിലാക്കാം. എന്നാൽ കശ്മീരിലെയോ പഞ്ചാബിലെയോ കർഷകരെ കുറിച്ച് നെഹ്റു പറഞ്ഞില്ല.